പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ബട്ടൺസ് കൂടിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ നൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ റിവ്യൂ സർജറി എന്റെ പൊന്നു അപ്പൊ എനിക്ക് താല്പര്യം, എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂവിന് ചെയ്യാൻ താല്പര്യമില്ല. വേറെ ആൾക്കാരുണ്ടെങ്കിൽ വിളിക്കുക. ഇത് വെറുതെ വിളിച്ചു വരുത്തിയിട്ട് ക്യാമറ ഓഫ് ചെയ്യുക. എന്തിനാ ക്യാമറ എടുത്തിരിക്കുന്നത്? അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് തുണിപ്പൊക്കി കാണിച്ചു. എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ. പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ബട്ടൺസ് കൂടിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ നൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞത് ലൈക്ക് ഞാൻ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളെ പേര് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഹെലനോസ് പാട്ടക്ക് അല്ലെങ്കിൽ ഹെലനക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ അങ്ങനെ പറയാണ്ട് ലൈക്ക് ഇങ്ങനെ 1 million ഉള്ള ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അവൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവള് അത് സർജറി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ജാസി എന്ന് പറയുന്നൊരു ആളില്ലേ, ശരിക്കും എന്തായിരുന്നു അത്? ഓപ്പറേഷൻ ആയിരുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഡീറ്റെയിൽസ് സർജറി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ സാർ, എന്താണ് നടന്നതെന്നുള്ള. ബോട്ടം സർജറി ഇവിടെ ഇല്ല. ബോട്ടം സർജറി ഇല്ല അല്ലേ? ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. സാർ ഇങ്ങനെ ഞാൻ അവിടുത്തെ സർജറി ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് അവിടുത്തെ നിങ്ങൾ റിസപ്ഷൻ സ്റ്റാഫുകൾ പറയുന്നത് ജാസി സർജറി ചെയ്തില്ല വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അപ്പം എന്നോട് ചോദിച്ചു, ഇല്ല ജാസി ഞങ്ങൾ അതിന് ഇവിടെ തന്നെ ഓക്കെ ആയിക്കണം, ജാസി ഒന്ന് വന്ന് സംസാരിച്ചാൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് എന്താ വേണ്ടി സംസാരിക്കാം. ഞാൻ പോയി കണ്ട് സംസാരിച്ചാൽ നമ്മൾ സോൾവ് ചെയ്തു. ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് കുറച്ചും കൂടെ ഞാൻ അവൾക്കൊരു ദേഷ്യം വരാൻ കാരണം 1 million ഉള്ള ഒരു കുട്ടിക്ക് ഞാൻ ഇത് തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതായിരിക്കാം. ആ സമയത്ത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്നും കോണ്ടാക്ട് ഒന്നുള്ള ആളല്ല, പക്ഷെ സ്റ്റിൽ ഞങ്ങൾ വാട്സപ്പിൽ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോണ്ടാക്റ്റുള്ള വ്യക്തിയായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞത് ലൈക്ക് ഞാൻ ഫ്രണ്ട് ആയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവളെ പേര് അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഹെലനോസ് പാട്ടക്ക് അല്ലെങ്കിൽ ഹെലനക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി. ഇത് ഞാൻ അങ്ങനെ പറയാണ്ട് ലൈക്ക് ഇങ്ങനെ 1 million ഉള്ള ഒരു പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ അവൾക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും അവള് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി വന്ന് ലൈവിൽ പറഞ്ഞത്. അതായത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് എഴുന്നേറ്റ് തുണിപ്പൊക്കി കാണിച്ചു. എനിക്കത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ. അല്ല അങ്ങനെയല്ല, ലൈക്ക് എന്താണ് അവള് വേറെ പുറത്ത് തന്നെയായിരുന്നു. അതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ അങ്ങനെ എല്ലാം ഞാനൊരു തുറന്ന പുസ്തകം, എനിക്ക് അങ്ങനെ വെച്ച് കെട്ടി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ പുറത്തായിരുന്നു. അവൾ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് വീഡിയോ കോൾ ഓൺ ആക്കിയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു കൊടുത്തത്. പൊക്കി കാണിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ബട്ടൺസ് കൂടിയിട്ട് ഞാൻ ഓപ്പൺ നൈറ്റ് ആ സമയത്ത് സർജറി കഴിയുമ്പോഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ നൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ്. അല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതിൽ കംഫർട്ടബിൾ ആണോ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ഓക്കെ ആണോ? അത് സ്റ്റിൽ എന്നോട് ചോദിച്ചത് ജാസ്തി സർജറി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് ലൈക്ക് നമ്മുടെ ഒരു അവസ്ഥയാണത്. നമുക്കത് കാണിച്ചു കൊടുത്താലാണ് വിശ്വസിക്കുന്നുള്ളത്. നമ്മുടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു ലൈക്ക് ആൾക്കാരെ വിശ്വസിക്കുന്നില്ല. ഇത് ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നു, അവിടുത്തെ സ്റ്റാഫുകളുടെ വോയിസുകൾ ഇറങ്ങുന്നു. എന്തായിരുന്നു ബഹളം ഞാൻ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണിത്. ഫുൾ ഓരോ റീൽസ്, ഒരു 10 റീൽസിൽ 8 റീൽസും ജാസിയുടെ സർജറിയാണ്. ജാസി സർജറി ചെയ്തിട്ടില്ല, ജാസി ചോദിക്കുമ്പോൾ ഞാൻ മെഡിസിറ്റിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. സാർ ഇങ്ങനെ ഞാൻ അവിടുന്ന് സർജറി ചെയ്ത വ്യക്തിയാണ്. എന്നിട്ട് അവിടുത്തെ നിങ്ങളെ റിസപ്ഷൻ സ്റ്റാഫുകൾ പറയുന്നത് ജാസ്തി സർജറി ചെയ്തില്ല വേറെ എന്തെങ്കിലും അസുഖത്തിന് വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇല്ല ജാസ്തി ഞങ്ങൾ അതിന് ഇവിടെ തന്നെ ഓക്കെ ആയിക്കണം, ജാസ്തി ഒന്ന് വന്ന് സംസാരിച്ചാൽ മതി, നമുക്ക് അതിനെക്കുറിച്ച് എന്താ വേണ്ടത് സംസാരിക്കാം. ഞാൻ പോയി കണ്ട് സംസാരിച്ചു. അത് അവിടെ സോൾവ് ചെയ്തു ആ വിഷയം. അത് അവിടെ റിസപ്ഷനിൽ വിളിച്ച ആൾക്കാർ അറിയത്തില്ലല്ലോ. ഇപ്പൊ എന്നെ കുറിച്ച് ചില ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾ ജാസി മാഡത്തിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ഇന്ന സർജറി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആ സർജറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ അനന്യ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ സൂയിസൈഡ് ചെയ്തത്, ആ ഫ്രണ്ടിന്റെ സർജറിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവിടെ ഡൗൺ സർജറി അവര് സ്റ്റോപ്പ് ആക്കിയത്. അതിന് മുമ്പ് ഡൗൺ സർജറി ചെയ്ത വ്യക്തികളുണ്ട്. അപ്പൊ ഈ സർജറി ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അവര് സർജറി ചെയ്ത ആൾക്കാര് ഒന്നും സർജറി ചെയ്തില്ല എന്നല്ലേ അവിടെ വരുന്നത്.
അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു അത്. നേരത്തെ ജാസി പറഞ്ഞു ഞാനൊരു സ്ത്രീ ആയതിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മനസ്സുള്ള പുരുഷനായിട്ട് ജനിച്ചതിലും അതിനുശേഷം തന്നെ സ്ത്രീയായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിലും അഭിമാനമാണ്. ഒരു ട്രാൻസ് വിമൺ എന്ന് പറയുന്നതിൽ ഞാൻ അഭിമാനമാണെന്നുള്ളത്. പക്ഷെ അതേ ജാസി തന്നെ ഒരിടത്ത് പറഞ്ഞു, ഇനിയൊരു ജന്മം ഉണ്ടാവുമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ആണും പെണ്ണും അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ജനിക്കണ്ട എന്ന് പറഞ്ഞു. ഇത് തമ്മിലൊരു അല്ല, അതെന്താണെന്നറിയോ, എനിക്ക് ഈ ഒരു ഞാൻ ഇപ്പൊ ഈ ലൈഫിൽ ഞാൻ എല്ലാവരുടെ ലൈഫിലും പ്രൗഡായിരിക്കും അല്ലേ. എൻ്റെ ലൈഫിലും ഞാൻ ഇങ്ങനെ ജനിച്ചതിൽ എനിക്ക് പ്രൗഡാണ്. ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇട്ട് നടക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പോലെ ഒരു ലൈഫ് എനിക്ക് ജീവിക്കാൻ പറ്റണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. ഞാനിപ്പോൾ സ്റ്റിൽ ആ ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എൻ്റെ ലൈഫിൽ, ഒരുപാട് പ്രൗഡാണ്. എനിക്ക് ഒരു ട്രാൻസ് വുമൺ ആണെന്ന് പറയാൻ ഒരു നാണക്കേടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഐ എം പ്രൗഡ്, ഐ എം ട്രാൻസ് വുമൺ. പക്ഷേ എന്ന് വിചാരിച്ച് എനിക്ക് നെക്സ്റ്റ് ഒരു ജീവിതത്തിൽ ഒരു ട്രാൻസ് ആയിട്ട് ജനിക്കണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട. അത് ഞാൻ വന്ന സാഹചര്യങ്ങൾ, ഞാൻ അനുഭവിച്ച വേദനകൾ, സ്റ്റിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രോമാസുകളൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ന് വിചാരിച്ച് ട്രാൻസ് ലൈഫ് ഒരു മോശപ്പെട്ട ലൈഫൊന്നുമല്ല. ട്രാൻസ് ആയി ജനിക്കുന്നവർ ഒരു മോശപ്പെട്ട ലൈഫ് അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട ലൈഫിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊന്നും ആയതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഈ ലൈഫിൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്നുള്ളത്. ഈ ലൈഫിൽ എനിക്ക് എല്ലാം മനസ്സിലായി. അപ്പോൾ ഇനിയൊരു ജന്മം എനിക്ക് വേണ്ട. ഒന്നുകിൽ ഒരു ആണായിട്ട് മതി, എനിക്ക് പെണ്ണായിട്ട് മതി, അല്ലെങ്കിൽ ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ള ലൈഫ് എനിക്ക് തരരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. അത് എൻ്റെ മനസ്സ് തട്ടി ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ചിലപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് തട്ടി ഞാൻ അത് പറയുമ്പോൾ എനിക്ക് ഇനി ഒരു ലൈഫിൽ അത് വേണ്ട. അത് വളരെ ഷുവറായിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട്, എനിക്ക് പെൺകുട്ടിയായിട്ട് ജനിക്കാൻ തന്നെ താല്പര്യമൊന്നുമില്ല, ഒരാണായിട്ട് മതി. പക്ഷെ ഇങ്ങനെ ഉള്ളിലൊരു സ്ത്രീയുള്ള ഒരു ആൺകുട്ടിയായിട്ട് ജനിക്കേണ്ട, ഒരു ആണായിട്ട് തന്നെ പെണ്ണായിട്ട് തന്നെ ജനിച്ചാൽ മതി. ഒരുപക്ഷെ ജാസി വളരെ മസ്കുലൻ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു പുരുഷനായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഈ വന്നിരിക്കുന്ന ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ഒരു ഫെയിം ഒക്കെ ഉണ്ടാവുമായിരുന്നു? ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് അപ്പോഴും അഭിനയത്തിനോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് റീൽസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവായിരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അല്ലാണ്ട് ഇത്രത്തോളം ഒന്നും, ഇതിപ്പോൾ ഞാൻ എൻ്റെ സെക്ഷുവാലിറ്റി ഇങ്ങനെ ആയതുകൊണ്ടും എൻ്റെ കൂടെ ഒരു പാർട്ണർ ഉള്ളത് കൊണ്ടും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഇങ്ങനെ ആയതുകൊണ്ടും ഞാൻ പറയുന്ന കുറേ പൊട്ടത്തരങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണല്ലോ ഞാൻ കുറച്ച് ഫെയിം ആയിട്ട് പോയത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലല്ലോ. പക്ഷെ ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ റീൽസ് ഒക്കെ ചെയ്ത് പോവായിരിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ അഫ്കോഴ്സ് മലപ്പുറംകാരാണ്, ഏതെങ്കിലും ഒരു ദുബായിക്കാരനെ എല്ലാം വെച്ച് അവൻ്റെ കുറെ 4-5 പിള്ളേരെയും ആക്കി എന്ന് പറഞ്ഞ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, ഇപ്പോ താങ്കളുടെ പാർട്ണറെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഷിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയും മനസ്സിലാക്കുന്നില്ല, അതാണ് സത്യം, ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അതെ അതെ. എന്നാലും ഒരു പക്ഷം ആൾക്കാർ പറയുന്നത് താങ്കളുടെ പാർട്ണറെ അടക്കി ഭരിച്ച് റൂൾ ചെയ്ത് കൊണ്ടുപോവാണ്, അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, രക്ഷപ്പെടാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഒറ്റൊരു കാര്യം ചോദിട്ടെ, ഞാനിപ്പോ എങ്ങനെയാണ് ഇന്റർവ്യൂവിന് വന്നത്? ഞാൻ പൊതുവേ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പൊതുവേ അങ്ങനെ ആഷിലാണ്ട് എങ്ങനെ ഇന്റർവ്യൂവിന് അങ്ങനെ വന്നിട്ടില്ല. ആകെ എനിക്ക് തോന്നുന്നു വിടുന്നത് ഈ ഒരു ഇന്റർവ്യൂവിനാണ്, മൈൽ സ്റ്റോണിന്റെ ഇന്റർവ്യൂവിനാണ് പിന്നെ അവൻ വിടുക. എന്റെ കൂടെ ആഷിയില്ല, ഒറ്റക്കാണ് വന്നത്. ഈ ഒറ്റ മിനിറ്റ് പോലെ ആഷിക അവൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ അടക്കി ഭരിച്ച് ഞാൻ അങ്ങനെ ഭരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവനക്ക് ഇപ്പോൾ വീട്ടിലേക്ക് പൊക്കൂടെ? അവൻ എന്തുകൊണ്ട് പോകുന്നില്ല? അപ്പൊ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആൾക്കാർ വെറുതെ. പിന്നെ അവന്റെ ഉമ്മാന്റെ ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം അത് ഞാൻ ആ ഉമ്മാന്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്, ഏതൊരു ഉമ്മയാണെങ്കിലും അങ്ങനെ പറയുള്ളൂ. കാരണം അവർക്ക് വേണ്ടത് അവന്റെ മകനെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആ മകൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷെ അങ്ങനെ സ്റ്റിൽ അങ്ങനെയൊക്കെ ആയിട്ടും ആശ എൻ്റെ കൂടെ തന്നെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളത്. ഞങ്ങളെ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടും ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്ന വ്യക്തികളാണ്. ഈക്വലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, അതൊരു സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, ഏതൊരു തരത്തിലുള്ള വ്യക്തിയായിക്കോട്ടെ, ഏത് ജെൻഡറിലുള്ളതായിക്കോട്ടെ, ഈ സമൂഹങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാർ അതിനെ കാണുന്നത് മോസ്റ്റ്ലി അവരുടെ ബെഡിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള രീതിക്കാണ് അല്ലെ. അവിടെ അവരെന്തായിരിക്കാം ചെയ്യുക, ആരെന്താ ചെയ്യുന്നത്, ഇതൊക്കെയാണ് അവരുടെ കൺഫ്യൂഷൻസും. അതിനെ പറഞ്ഞ് അല്ലെങ്കിൽ ആ തരത്തിലാണ് നിങ്ങൾക്ക് എതിരെയുള്ള ആക്ഷേപങ്ങളും അതുപോലുള്ള കമന്റ്സും ഒക്കെ വരുന്നത്. അത്തരത്തിലുള്ള ആൾക്കാരോട് ജാസിയുടെ ഒരു റിയാക്ഷൻ എന്താണ്? ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ പക്ക 100% ഞങ്ങൾ ഹാപ്പിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ആഷി നല്ലൊരു പുരുഷനല്ലേ, ആഷിക്ക് ജാസിനെ ഒഴിവാക്കിയിട്ട് വേറെ പെൺകുട്ടിനെ കല്യാണം കഴിച്ചൂടെ? തിരിച്ചു. എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ആരാണ്? ഇവരൊക്കെ ഇവരുടെ ലൈഫിൽ 100%. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം വൈഫിനെ മാറ്റി നിർത്തി വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകുന്ന വ്യക്തികളായിരിക്കും. എൻ്റെ ലൈഫിൽ ഞങ്ങൾ എല്ലാ രീതിയിലും, ഈവൻ ഞങ്ങൾ സെക്ഷൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധത്തിലായിക്കോട്ടെ, എല്ലാ രീതിയിലും ഞങ്ങൾ ഞാൻ ഹാപ്പിയാണ്, അവനും ഹാപ്പിയാണ്. അവ പറയും നീ അല്ലല്ലോ ഇത് പറയണത്, അവനല്ലേ പറയണത്. അവന് ഹാപ്പി ആയതുകൊണ്ടാണ് ഗൈസ് എൻ്റെ കൂടെ അവനുള്ളത്.
നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞങ്ങള് പക്ക ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത്. പിന്നെ എൻ്റെ ലൈഫിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സെക്സ് അല്ല ലൈഫിൽ സെക്സ് വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പാർട്ടാണ്. സെക്സേ ലൈഫായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ആ ഒരു മൈൻഡ് മാത്രം, സെക്സ് മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, അത് വേണം. ഒരു ലവബിൾ ആയിട്ടുള്ള സമയങ്ങളൊക്കെ നമുക്കത് ഓക്കെ ഫൈൻ. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്നേഹം, രണ്ട് ആൾക്കാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, സ്നേഹം, അവരെ കുറേ നല്ല നല്ല നിമിഷങ്ങൾ, ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഈവൻ ആശയാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, ഫ്യൂച്ചർ കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിനെ കുറിച്ച് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുന്ന രണ്ടുപേരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആഷിനെ പോലത്തെ ഒരു വ്യക്തിനെ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ഐ എം സോ പ്രൗഡ്, സോ ഹാപ്പി. കാരണം ഒരുപാട് പേര് പറയും ജാസിനെ, ഇവൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആഷിനെ പോലെ അണ്ടർസ്റ്റാൻഡ് ആയിട്ട് പാർട്ണറുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വേണമെന്ന്. ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ എത്ര പേരുണ്ട് അങ്ങനെ നിൽക്കുന്നത്, ഇത് എൻ്റെ പാർട്ണറാണെന്ന് പറഞ്ഞ് പൊതു സ്ഥലത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും കൈ പിടിച്ച് നടക്കുന്ന എത്ര പേര് ഞങ്ങളുടെ ഇതിലുണ്ട്. ഒരു സമയത്ത് എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എത്ര പേരുണ്ടെന്ന്. അത് വലിയ ഇതായിരുന്നു, ഒരു കോമഡി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പറയാൻ ആളില്ല. എനിക്ക് ആകെ ഞാൻ കാണുന്നത് ആഷിയും ഞാനും മാത്രമേ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും സ്ട്രോങ്ലി പോകുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് അറിയത്തില്ല എത്ര പേരുണ്ട് എന്നുള്ളത്. ഇപ്പൊ കുറച്ച് ആൾക്കാരെ എനിക്കറിയാം, വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരെ അറിയാം. അല്ലാണ്ട് അവർ പോലും ഇടക്ക് ഫേസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യധാരയിൽ ഇത് എൻ്റെ പാർട്ണറാണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഒരു ട്രാൻസ് വുമൺ ആണ്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഒരു ട്രാൻസ്മെൻ ആണെന്ന് പറഞ്ഞ് ഫ്രണ്ടിലേക്ക് വരാൻ ഭയങ്കര കുറവാണ് ആൾക്കാർ. താങ്കളുടെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിലുള്ള കണ്ണുകടിയുടെ പ്രശ്നമാണ് ഈ വരുന്നതൊക്കെ എന്നുള്ളത്. തീർച്ചയായിട്ടും സത്യമാണ്. അത് സത്യമുള്ള കാര്യമാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ലൈഫ്, ഞാൻ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കും. ഈവൻ ഞങ്ങള് വീട്ടിലേക്ക് വരും, ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇവരൊക്കെ എന്നോട് പറയുന്നത് ആഷിനെ പോലത്തെ ആളെ കിട്ടിയാണ് നിന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന്. സത്യമാണ്, എൻ്റെ ലൈഫിൽ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് ആഷിനെ കിട്ടിയത്. കാരണം നമ്മളെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, നമ്മളെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് കട്ടയ്ക്കൊരാൾ നമ്മളെ കൂടെ ഉണ്ടാവുന്നത് അത് ഭയങ്കര ശക്തിയുള്ളത്. ഇപ്പോൾ ഈവൻ നല്ല റിലേഷൻ, ഒരു ആണും പെണ്ണും അതായത് ട്രാൻസ് ഒന്നല്ലാണ്ട് നോർമലി റിലേഷനിലെ പല പറ്റിപ്പുകളും പ്രശ്നങ്ങളും, അവർ ചീറ്റ് ചെയ്യും ഇവർ ചീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരുപാട് റിലേഷൻ നമ്മൾ കാണുന്നതാണ്. ആ സമയത്താണ് എൻ്റെ കൂടെ ഒരാൾ ഇത്രയും 100% എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. എപ്പോഴെങ്കിലും നേരിട്ട് ഒരു റിയൽ ലൈഫിൽ എവിടെയെങ്കിലും പോയ ഒരു സമയത്ത് ഇതുപോലെ ഇൻസിഡൻസ് എങ്ങനെ ഫേസ് ചെയ്തത്? എനിക്ക് ലൈഫിലുണ്ട്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് പുറത്ത് പോയ ഇതുവരെ ഒരാൾ പോലും എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും എന്നെ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ നീ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്നത്, നീ ഇൻസ്റ്റാഗ്രാമിൽ കുറെ അത് നിന്നെ അടിച്ച് ഞാൻ ശരിയാ, അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ പബ്ലിക്കലി കുറച്ചൊക്കെ പൊതുവേ പബ്ലിക്കിൽ അങ്ങനെ ഒരുപാട് പോകാത്തൊരു വ്യക്തിയാണ്. പക്ഷെ എങ്കിൽ പോലും സ്റ്റേജ് ഷോക്ക് പോകാറുണ്ട്, വലിയ വലിയ ഫംഗ്ഷന് പോകാറുണ്ട്, ലുലുവിൽ പോകാറുണ്ട്, അങ്ങനെ പല ഭാഗങ്ങൾക്ക് പോകാറ്. ഇതുവരെ ഒരാളും എനിക്ക് നെഗറ്റീവായിട്ട് ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ വരിക, ഫോട്ടോ എടുക്കുക, കൂടെ നിൽക്കുക, സംസാരിക്കുക, നമ്മൾ വീട്ടിലൊരാളെ പോലെ തന്നെ കണ്ട് ട്രീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ തെൻസെടുക്കാൻ്റെ ഒരു ആൽബത്തിന് ഞാൻ കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് അങ്ങനെ ഒരുപാട് പോയ വ്യക്തിയല്ല, എൻ്റെ വളരെ 2-3 വ്യക്തി മാത്രമേ പോയിട്ടുള്ളൂ. അവിടുത്തെ ആൾക്കാർക്ക് എന്തൊരു സ്നേഹമായിരുന്നു അറിയോ. നമ്മളെ കാണാൻ വേണ്ടി അത്രയും ദൂരത്തുനിന്ന് ഉമ്മാനെയും കൂട്ടി വന്ന് നമ്മൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു തന്ന് ട്രീറ്റ് ചെയ്ത് നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടാണ് അവർ അവിടെ നിന്ന് വിട്ടത്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എന്ത് നല്ല ആൾക്കാർ. പിന്നെ ആരാണ് ഇവിടെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, ഈ ബാഡ് കമന്റ് അതൊക്കെ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ കൊണ്ട്, നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇവർക്ക് എവിടെ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഒരു കമന്റ് ഇട്ട് കൊടുക്കാം, നമ്മളൊന്ന് ഫേമസ് ആയാലോ, ഈ കമന്റിന് റിയാക്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബിൽ ഇപ്പോൾ എന്നെയാണെങ്കിലും ചേച്ചിനാണെങ്കിലും ഒക്കെ വിറ്റിട്ട് ക്യാഷ് തിന്നുന്ന കുറേ ടീമുകളുണ്ട്. ഇവർക്കൊന്നും സ്വന്തം ഒരു കണ്ടന്റും ഇല്ല. ഇതിന് നമ്മളെ കുറേ വീഡിയോസും കാര്യം എടുത്തിട്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇത്ര കാണിച്ച് അങ്ങ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ അഭിപ്രായം ഇവർക്കൊന്നും പ്രതികരണം നമ്മൾ കൊടുക്കുകയേ ചെയ്യരുത്. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ റീച്ച് ആവും.